വീടുകളിൽ നമുക്ക് ആവശ്യമുള്ള കുളിസോപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന, ഏറ്റവും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കുളിസോപ്പുകൾ നിർമ്മാണം. മാർക്കറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുളിസോപ്പുകളെല്ലാം സാധാരണഗതിയിൽ അതിന് ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന്, ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗുണമേന്മ കുറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലം അവർ ചേർത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ചർമ്മത്തിന് ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സാധനമായിട്ട് ഫലത്തിൽ മാറുകയാണ്. ചർമ്മ സൗന്ദര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുളിസോപ്പുകളെല്ലാം, മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന കുളിസോപ്പുകളെല്ലാം ഗുണനിലവാരത്തിൽ വളരെ കുറഞ്ഞവയും അതുപോലെ തന്നെ സൈഡ് എഫക്റ്റ് വളരെ കൂടുതലുള്ളവയുമാണ്. അങ്ങനെ ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഗുണമേന്മയിലുള്ള കുറവ് മൂലമാണ്. ഗുണമേന്മയിൽ കുറവുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സോപ്പിന് എത്ര കണ്ട് വില കുറയ്ക്കാവോ അത്ര കണ്ട് ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വിശ്വസനീയമായ രീതിയിൽ 100% വിശ്വസിക്കാവുന്ന, 100% ഗുണമേന്മയുള്ള, 100% നാച്ചുറലായ, 100% കെമിക്കൽ അടങ്ങിയിട്ടില്ലാത്ത സോപ്പുകൾ നമ്മൾ ചർമ്മത്തിൽ ഉപയോഗിച്ച് കുളിക്കണമെന്നുണ്ട് എങ്കിൽ അത് നമ്മൾ തന്നെ വീടുകളിൽ ഉണ്ടാക്കണം. വീടുകളിൽ കുളിസോപ്പ് ഉണ്ടാക്കുന്ന കാര്യം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് നന്നായിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശീലനം നേടിക്കഴിഞ്ഞാൽ നമുക്ക് നടത്താൻ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ കുളിസോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ടോയ്ലറ്റ് സോപ്പ് ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് കൊണ്ടുപോകുന്നത്. കുളിസോപ്പ് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ, വീടുകളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെള്ളത്തിലേക്ക് കാസ്റ്റിക് സോഡ ലയിപ്പിക്കുന്ന പ്രവർത്തനമാണ്. കാസ്റ്റിക് സോഡ ലായനിയുടെ നിർമ്മാണം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എണ്ണയിലേക്ക് കല്ലുപൊടി ലയിപ്പിക്കുന്ന പരിപാടിയാണ്. എണ്ണയിലേക്ക് കല്ലുപൊടി ലയിപ്പിക്കൽ. മൂന്നാമത്തേത് കല്ലുപൊടി ലയിപ്പിച്ചിരിക്കുന്ന എണ്ണയിലേക്ക് കളർ ലയിപ്പിക്കുന്ന പ്രവർത്തനമാണ്. നാലാമത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്ന കാസ്റ്റിക് സോഡ ലായനി തണുത്ത് കഴിയുമ്പോൾ കല്ലുപൊടി ലയിപ്പിച്ചിരിക്കുന്ന, കളർ ലയിപ്പിച്ചിരിക്കുന്ന എണ്ണയിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കുന്ന പരിപാടിയാണ്. ആ സമയം മുതലാണ് രാസപ്രവർത്തനം ആരംഭിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോപ്പിൻ്റെ മിനുസവും സോപ്പിൻ്റെ ഭംഗിയും സോപ്പിൻ്റെ മണവും സോപ്പിൻ്റെ തേയ്മാനവും സോപ്പിൻ്റെ പതയും എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, അതെല്ലാം കൃത്യമായ അളവിൽ ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ തന്നെ പ്രത്യേകമായിട്ടുള്ള ടെക്നോളജിയായ ഹാർഡനർ, അത് എണ്ണ മിശ്രിതത്തിലേക്ക്, സോപ്പ് മിശ്രിതത്തിലേക്ക് ചേർക്കുന്ന പരിപാടിയാണ്. കാസ്റ്റിക് സോഡയും എണ്ണയും തമ്മിൽ ലയിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ രാസപ്രവർത്തനം ആരംഭിക്കുകയും അങ്ങനെ ഉണ്ടായി വരുന്ന ലായനിയെ നമ്മൾ സോപ്പ് മിശ്രിതം എന്നാണ് വിളിക്കാവുന്നത്. അപ്പോൾ സോപ്പ് മിശ്രിതം ലയിപ്പിച്ച് കഴിഞ്ഞ്, സോപ്പ് മിശ്രിതം ഉണ്ടാക്കി കഴിഞ്ഞ് അതിലേക്ക് ആദ്യമായിട്ട് ചേർക്കേണ്ടത് ഹാർഡനറാണ്. ഹാർഡനർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സോപ്പ് മിശ്രിതം സെറ്റാകുന്ന സമയം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കി സോപ്പിൻ്റെ സെറ്റിംഗ് ടൈം ആകുമ്പോൾ അതിലേക്ക് പെർഫ്യൂം ഒഴിക്കുന്നതാണ് അടുത്ത ഘട്ടം. പെർഫ്യൂം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പെർഫ്യൂം നന്നായിട്ട് ലയിച്ച് ചേരുന്നതിന് ആവശ്യമായ സമയം കൊടുത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് അത് നമ്മൾ എണ്ണ തേച്ച് ട്രേയിൽ അടുക്കി വെച്ചിരിക്കുന്ന മോൾഡുകളിലേക്ക് ഒഴിച്ച് സ്കെയിൽ ഉപയോഗിച്ച് ലെവൽ ചെയ്യുന്നതാണ് അടുത്ത ഘട്ടം. അതിനുശേഷം മോൾഡുകളിലേക്ക് നമ്മൾ ഒഴിച്ചിരിക്കുന്ന സോപ്പ് മിശ്രിതം ഉറച്ചു വരുന്ന ഏകദേശം ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ അത് കട്ടിയാവും.
അങ്ങനെ കട്ടിയായി കഴിച്ചിരിക്കുന്ന സോപ്പ് മിശ്രിതം മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കുന്നതാണ് അടുത്ത ഘട്ടം. മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അത് ക്ലീൻ ചെയ്യുന്നതാണ് അടുത്ത ഘട്ടം. അടുത്ത ഘട്ടം പാക്കിംഗ് ആണ്. അതിൻ്റെ പുറമേ ഉള്ള സോപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറമേ ബട്ടർ പേപ്പർ നമ്മൾ പാക്ക് ചെയ്യും. ആ ബട്ടർ പേപ്പർ പാക്ക് ചെയ്തിരിക്കുന്ന സോപ്പ് വീണ്ടും നമ്മൾ കവറുകളിൽ, ഔട്ടർ കവറുകളിൽ, നമ്മൾ മനോഹരമായിട്ടുള്ള കവറുകളിൽ നമ്മൾ പാക്ക് ചെയ്യും. ആ കവറുകളിൽ പാക്ക് ചെയ്യുന്ന ഘട്ടമാണ് അവസാനത്തെ ഘട്ടം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ സോപ്പുണ്ടാക്കുന്ന പ്രവർത്തനം പൂർണ്ണമായിട്ട് തീരും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വീടുകളിൽ നമുക്കുണ്ടാക്കാൻ സാധിക്കുന്ന സോപ്പ് നിർമ്മാണത്തിൻ്റെ ഏറ്റവും ഗുണമേന്മയുള്ള സോപ്പ് നിർമ്മാണത്തിൻ്റെ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വെള്ളത്തിലേക്ക് കാശി സോഡ ലായനി ലയിപ്പിക്കുന്നതാണ്. നമ്മൾ സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. സോപ്പ് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു കിറ്റ് എന്നാണ് പറയുന്നത്. അത് 25 സോപ്പ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സാധനമാണ്. അതിൽ കാശി സോഡയുണ്ട്, 200 ഗ്രാം കാശി സോഡയുണ്ട്, 200 ഗ്രാം കല്ലുപൊടിയുണ്ട്. അതിനെ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 1 കിലോ 200 ഗ്രാം എണ്ണ എടുക്കണം. 1 കിലോ 200 ഗ്രാം എണ്ണ. 1/2 ഗ്രാം മുതൽ 1 ഗ്രാം വരെ നമുക്ക് കളർ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പിന് അതിൻ്റേതായ നിറം കൊടുക്കുന്നതിന് വേണ്ടി. ഹാർഡനർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭംഗിയും ഗുണവും പതയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഹാർഡനർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ റോ മെറ്റീരിയലായിട്ട് അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കാശി സോഡ, 200 ഗ്രാം കാശി സോഡ, 2 200 ഗ്രാം കല്ലുപൊടി, 3 1 കിലോ 200 ഗ്രാം എണ്ണ, അല്ലെങ്കിൽ 1350 ml വെളിച്ചെണ്ണയാണ് എല്ലായ്പ്പോഴും ഉപയോഗിക്കേണ്ടത്. അടുത്തത് നമ്മൾ ഉപയോഗിക്കേണ്ടത് കളറാണ്. കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളറാണ്. അത് 1/2 ഗ്രാം മുതൽ 1 ഗ്രാം വരെയുള്ള കളറ്. അടുത്തത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാർഡനറാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പെർഫ്യൂമാണ്. ഏത് മണമാണോ നമ്മൾ കൊടുക്കേണ്ടത് ആ മണം ഉപയോഗിച്ചുള്ളത്. സാധാരണ സിന്തറ്റിക് പെർഫ്യൂമുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ പെർഫ്യൂമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത്രയും അസംസ്കൃത വസ്തുക്കൾ ചേർത്ത് നമ്മൾ സോപ്പ് നിശ്ചിത സമയം ഇളക്കിയ സെറ്റിംഗ് ടൈം ആകുന്ന സമയത്താണ് നമ്മൾ മോൾഡുകളിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കാശി സോഡ ലായനി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കാശി സോഡ ലായനി ഉണ്ടാക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലുള്ള ഒരു ജാറിലേക്ക് 600 ml വെള്ളം എടുക്കുക. ഇതുപോലുള്ള ഒരു ജാറിലേക്ക് 600 ml വെള്ളം, ഇത് കൃത്യമായിട്ട് അളന്നെടുത്ത് വെച്ചിരിക്കുന്നതാണ്. 2 ലിറ്ററിൻ്റെ ജാറാണ്. അതിൽ നമ്മൾ 600 ml വെള്ളം എടുത്തിട്ടുണ്ട്. ആ 600 ml വെള്ളത്തിലേക്ക് നമ്മൾ കാശി സോഡ പൊട്ടിച്ചിടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കാശി സോഡ ഇതുപോലുള്ള ഒരു പാക്കറ്റിലാണ് കാശി സോഡ കിട്ടുന്നത്. 200 ഗ്രാം കാശി സോഡയാണിത്. ഈ 200 ഗ്രാം ഇത് കാശി സോഡ ഫ്ലൈക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഫ്ലൈക്സ് ആയിട്ടിരിക്കുന്ന കാശി സോഡ നമ്മൾ വെള്ളത്തിലേക്ക് ഒന്ന് കവർ പൊട്ടിച്ച് വെള്ളത്തിലേക്ക് ഇടുക. അപ്പം വെള്ളം നമ്മൾ 600 ml ജാറിലേക്ക് എടുക്കുക. ഒന്നുകിൽ പ്ലാസ്റ്റിക് ജാർ എടുക്കാം, അല്ലെങ്കിൽ ഗ്ലാസ് പാത്രം എടുക്കാം, അതല്ലെങ്കിൽ മൺപാത്രം എടുക്കാം. അലുമിനിയം പാത്രങ്ങൾ, അലോയി പാത്രം, ഇത്തരത്തിലുള്ള പാത്രങ്ങളിൽ യാതൊരു കാരണവശാലും സോപ്പ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുമായിട്ട് രാസപ്രവർത്തനം ഉണ്ടായി പാത്രം ഇല്ലാതാകും എന്നുള്ളത് കൊണ്ടാണ് അലുമിനിയം പാത്രങ്ങളും അലോയി പാത്രങ്ങളും യാതൊരു കാരണവശാലും കാശി സോഡ ലയിപ്പിക്കുന്നതിനും അതുപോലെ സോപ്പ് നിർമ്മാണത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നല്ല ഗുണനിലവാരമുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ് പാത്രങ്ങൾ ഉപയോഗിക്കാം, മൺപാത്രങ്ങൾ ഉപയോഗിക്കാം. നമ്മൾ കാശി സോഡ വെള്ളത്തിലേക്ക് 600 ml വെള്ളത്തിലേക്ക് കാശി സോഡ നമ്മൾ പൊട്ടിച്ചിട്ടതിന് ശേഷം ഒരു സ്റ്റീൽ തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ ഇട്ടിരിക്കുന്ന കാശി സോഡ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ ലയിച്ച് ചേരും. അങ്ങനെ വെള്ളത്തിൽ ലയിച്ച് ചേർന്ന് കഴിയുമ്പോൾ ആ കാശി സോഡ പൂർണ്ണമായിട്ട് ലയിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന്, ഈ വെള്ളത്തിൽ നിന്ന് ആവി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നന്നായിട്ട് ആവി പോകും. വെള്ളം തിളച്ച് കഴിഞ്ഞ് ആവി വരുന്ന പോലെ ആവി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടായിരിക്കുന്നു എന്നാണ്. അപ്പോൾ കാശി സോഡ വളരെ പെട്ടെന്ന് വെള്ളവുമായിട്ട് പ്രവർത്തിച്ച് പെട്ടെന്ന് വളരെ കൂടുതൽ ചൂടായി അത് ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആവി വരുന്നത്. ഇങ്ങനെ ലയിച്ച് ചേർന്നിരിക്കുന്ന
ഇപ്പം നമ്മൾ പാത്രത്തിൽ തൊട്ടിട്ടുണ്ട്, പൊള്ളുന്ന ചൂടായിരിക്കും, നല്ല ചൂടുണ്ടായിരിക്കും ഈ പാത്രത്തിന് പുറത്ത്. ഇപ്പോൾ കാശി സോഡ നമ്മൾ ലയിപ്പിച്ചതിന് ശേഷം ഇത് 3 മണിക്കൂർ സമയം തണുത്ത് വരുന്നതിന് വേണ്ടി, മിനിമം 3 മണിക്കൂർ സമയം തണുത്ത് വരുന്നതിന് വേണ്ടി നമ്മൾ മാറ്റി സുരക്ഷിതമായ സ്ഥാനത്ത് വയ്ക്കേണ്ടതാണ്. മറ്റുള്ളവർ ചെന്ന് തൊടാൻ സാധ്യതയില്ലാത്ത, പ്രത്യേകിച്ച് കുട്ടികൾ അങ്ങനെയുള്ളവർ തൊടാൻ സാധ്യതയില്ലാത്ത, അവർക്ക് കയ്യെത്തിയാലാത്ത സ്ഥലത്ത് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് വെക്കണം. ഇത് ആസിഡ് പോലെ തന്നെ ഉള്ള സാധനമാണ്, ആൽക്കലിയാണ് കാശി സോഡ. അതുകൊണ്ട് ആൽക്കലി എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊള്ളലുണ്ടാകും. നമ്മൾ അല്പം കയ്യാലൊന്നും പറ്റിയെന്ന് ഓർത്ത് പൊള്ളലുണ്ടാകില്ല. പക്ഷേ നമ്മുടെ തിക്നെസ് കുറഞ്ഞ, ഇപ്പോൾ മുഖത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ പൊള്ളും. അതുപോലെ തൊലിക്കട്ടി കുറവുള്ള, റെസിസ്റ്റൻസ് പവർ കുറവുള്ള സ്ഥലങ്ങളിലെല്ലാം പറ്റുമ്പോൾ അവിടെ നമുക്ക് പൊള്ളലുണ്ടാകും. പ്രത്യേകിച്ച് കണ്ണിലൊക്കെ പോയാൽ, അതിൻ്റെ അവസാനത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ അബദ്ധം പറ്റിയ, അങ്ങനെ അബദ്ധം പറ്റുന്ന സമയത്ത് എന്താണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ ഞാൻ അവസാനത്തെ ഒരു ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് അത് അത്രമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പരിപാടിയായിട്ട് സോപ്പ്, വീട്ടിൽ നമ്മൾ കുളിസോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ടോയ്ലറ്റ് സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വെള്ളത്തിലേക്ക് കാശി സോഡ ലയിപ്പിക്കുന്ന പ്രവർത്തനമാണ്. വെള്ളത്തിലേക്ക് കാശി സോഡ ലയിപ്പിച്ച് വരുന്ന സാധനത്തെയാണ് നമ്മൾ കാശി സോഡ ലായനി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ടത് 600 ml വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് 200 ഗ്രാം കാശി സോഡ നമ്മൾ പൊട്ടിച്ചിട്ട് 1 മിനിറ്റിനകം ഇളക്കി കൊടുക്കുക. 1 മിനിറ്റിനകം നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം അത് തണുക്കുന്നതിന് വേണ്ടി ഒരു 3 മുതൽ 4 മണിക്കൂർ സമയം വരെ, അത്രയും സമയം വേണം തണുത്ത് വരുന്നത്. നല്ല വേനൽക്കാലമാണെങ്കിൽ ഒരു 4 മണിക്കൂർ സമയമെടുക്കും. തണുപ്പുള്ള സമയമാണ് എങ്കിൽ അതൊരു 3 മണിക്കൂർ കൊണ്ട് തണുത്ത് കിട്ടും. അങ്ങനെ തണുത്തതിന് ശേഷമുള്ള കാശി സോഡ ലായനിയാണ് സോപ്പ് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാശി സോഡ ഇങ്ങനെ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം എത്ര മണിക്കൂർ വരെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കുക. അത് പരമാവധി 24 മണിക്കൂറിന് അപ്പുറത്തേക്ക് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. 24 മണിക്കൂറിന് അപ്പുറത്തേക്ക് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കാശി സോഡയുടെ സ്ട്രെങ്ത്, കാശി സോഡ ലായനിയുടെ സ്ട്രെങ്ത് കുറയും. കാശി സോഡ ലായനിയുടെ സ്ട്രെങ്ത് കുറയുമ്പോൾ അത് സോപ്പ് നിർമ്മാണത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് 24 മണിക്കൂറിന് അപ്പുറത്തേക്ക് യാതൊരു കാരണവശാലും ലയിപ്പിച്ചിരിക്കുന്ന കാശി സോഡ ലായനി സോപ്പ് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പരമാവധി നമുക്ക് വയ്ക്കാം. മിനിമം നമുക്ക് വേണ്ടത് 3 മുതൽ 4 മണിക്കൂർ സമയം വരെയാണ് തണുത്ത് വരുന്നതിന്. അത് പരമാവധി നമുക്ക് വെച്ചുകൊണ്ടിരിക്കാവുന്ന സമയം എന്ന് പറയുന്നത്, ഒരു നല്ല സമയം എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് നമ്മൾ കാശി സോഡ ലയിപ്പിച്ച് നാളെ രാവിലെ സോപ്പ് ചെയ്യുന്നതിന് എടുക്കുക. അല്ല, രാവിലെ ലയിപ്പിച്ച് വൈകുന്നേരം സോപ്പ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുക. ഒരു 12 മണിക്കൂറിനകമായിട്ട് ഉപയോഗിക്കുക. പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ സമയം 24 മണിക്കൂറുണ്ട്. അതുകൊണ്ട് അതിന് ശേഷമുള്ള കാശി സോഡ ലായനി നമ്മൾ യാതൊരു കാരണവശാലും സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കരുത്. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ ആ കാശി സോഡ ലായനി മറിച്ച് കളയുകയേ ചെയ്യാവുള്ളൂ. സോപ്പ് നിർമ്മാണത്തിന് വേണ്ടി എടുക്കാൻ പാടില്ല. ഇനി കാശി സോഡ ലയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വെള്ളം നല്ല വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. വളരെ കൂടുതൽ മാലിന്യമുള്ള വെള്ളം, അങ്ങനെയുള്ള വെള്ളം ഒന്നും നമ്മൾ കാശി സോഡ ലയിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ പൈപ്പുകൾ, അതിൻ്റെ അകത്ത് പല സാധനങ്ങളുടെ അളവ് കൂടുതലാണെങ്കിൽ, ഉദാഹരണത്തിന് അശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാധനം നമ്മൾ ക്ലോറിൻ്റെ നിറം നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് തന്നെ ക്ലോറിൻ ഇങ്ങനെ പതിഞ്ഞ് നിൽക്കുന്ന പോലെ വെള്ളം നിറത്തി നിൽക്കുന്ന നമുക്ക് കാണുന്നുണ്ട് എങ്കിൽ അതൊന്ന് ഊറിയതിന് ശേഷം, പിടിച്ചു വെച്ച് ഊറിയതിന് ശേഷം മാത്രമേ സോപ്പ് നിർമ്മാണത്തിന് വേണ്ടി എടുക്കാവുള്ളൂ. അപ്പം നല്ല വെള്ളം എടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ക്ലോറിൻ്റെ അംശം വളരെ കൂടുതലുള്ള വെള്ളമാണെങ്കിൽ ആ ക്ലോറിൻ ഒന്ന് പാത്രത്തിൽ വെച്ച് ഊറിയതിന് ശേഷം ആ വെള്ളം നമ്മൾ കാശി സോഡ ലയിപ്പിക്കുന്നതിന് വേണ്ടി, കാശി സോഡ ലായനി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക.